ഇനി ഗുഡ് മോർണിംഗ് ഒന്നുമില്ല. ഇപ്പൊ ഉച്ചയായി. എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് ഇതാ വന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ച് സമയമായതേ ഉള്ളൂ. വന്നിട്ട് നേരെ വന്ന ഡ്രസ്സൊന്ന് മാറിയിട്ട് അടുക്കളയിലോട്ട് കയറി ചോറും വെക്കണം, കറിയും വെക്കണം. അപ്പൊ വന്ന വഴിക്ക് ചിക്കൻ വാങ്ങിച്ചോണ്ടാ വന്നത്. കറിയൊന്നും വെക്കുന്നില്ല, ചിക്കൻ നേരെ പെരട്ടി വറക്കാനായിട്ട് വെക്കാന്ന് വിചാരിച്ചേ. പിന്നെ ചക്കക്കുരു മമ്മി അവിടെ നിന്ന് ഒരുക്കിയൊക്കെ തന്നു വിട്ടത് കാരണം ചക്കക്കുരു മാങ്ങായും കൂടെ ചാറും കൂടെ വെച്ച പരിപാടികളൊക്കെ ക്ലോസ് ചെയ്യാന്ന് വിചാരിക്കുന്നു. എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ പിന്നെ ഫുൾ ബിസിയാണ്. എല്ലാം ഒന്ന് ഓർഡർ ആക്കി കറക്റ്റ് ആക്കുന്നത് വരെ നമുക്കൊരു സമാധാനം കാണത്തില്ല. ഉച്ച കഴിഞ്ഞ് വരാന്ന് വെച്ചാൽ വൈകിട്ട് വരുമ്പോഴും ഇതേ സംഭവങ്ങളൊക്കെ തന്നെ ഞാൻ വൈകിട്ട് വന്നും ചെയ്യണം. എന്നാ പിന്നെ നേരത്തെ വരുവാണെങ്കിൽ നേരത്തെ പണിയെല്ലാം തീർത്ത് ഒതുക്കി ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് നേരത്തെ ഇങ്ങി പോയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇറച്ചിയൊക്കെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടൊന്ന് പെരട്ടി അങ്ങ് എടുത്ത് വെച്ചേക്കുവാണേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്ര സാധനങ്ങൾ ഇതൊന്ന് പെരട്ടി വെച്ച് നമ്മുടെ ചക്കക്കുരു മാങ്ങായും കൂടെ ഒരു ചാറും കൂടെ വെച്ചാൽ പിന്നെ ഞാൻ ഫ്രീ ആയി. പിന്നെ വേറെ ഇന്നീ പരിപാടികളൊന്നുമില്ല. ഇനി ഇതിനൊക്കെ ഒന്ന് ഫുഡ് കൊടുക്കണം. അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. എന്റെ പെങ്കൊച്ചിന് ഫുഡ് ഒന്ന് കൊടുക്കുക എന്നുള്ളതാണ് വലിയൊരു പണി. അപ്പൊ എല്ലാവർക്കും എന്നാണ് വിശേഷം? എല്ലാവരും ഞായറാഴ്ച ദിവസം അടിച്ചു പൊളിക്കുവാണോ? അങ്ങോട്ട് പോയപ്പോൾ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എപ്പോഴും പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അതുപോലെ നടക്കണമെന്നില്ലല്ലോ, എന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഒരാൾക്ക് പയ്യെ വിശപ്പൊക്കെ വയറ്റിൽ വന്നു തുടങ്ങി. അപ്പോൾ പയ്യെ ടിവിയുടെ മുമ്പിൽ എഴുന്നേറ്റ് പോരുന്ന കേട്ടോ. പിന്നെ തപ്പിപ്പെറുക്കി നടക്കാൻ തുടങ്ങി. അപ്പം പക്കാവടയൊക്കെ കിട്ടി. പക്കാവട മിച്ചറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പക്കാവടയും ബുക്കി കൊണ്ട് പോയിട്ടുണ്ട്. ഇതിനുള്ള വിശപ്പേ ഉള്ളൂ. ചോറ് തരട്ടേരാൻ ചോദിച്ചപ്പോൾ ചോറായില്ലല്ലോ, എനിക്കിപ്പം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയതും കൊണ്ട് അവൻ പോയി. പണ്ടേ പുള്ളിക്ക് ചോറും കറിയോടൊന്നും വലിയ താല്പര്യമില്ല. ഇങ്ങനെയുള്ള കുറയ്ക്കുന്ന ഐറ്റംസ് ഒക്കെ കിട്ടിയാൽ വലിയ ഇഷ്ടമാട്ടോ. അപ്പം അതും കൊണ്ട് അവൻ പോയി കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ പിന്നെ ഒന്നേന്ന് തുടങ്ങണ്ടേ എല്ലാ കാര്യങ്ങളും. അപ്പം ഞാൻ വന്ന് ചോറൊക്കെ വെച്ചു, ചിക്കനൊക്കെ പെരട്ടി എടുത്ത് വറക്കാനായിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. ചക്കക്കുരു മാങ്ങായും ചാറ് വെച്ചു. കുടിക്കാനുള്ള വെള്ളം പിള്ളേർക്കൊക്കെ എപ്പോഴും തിളപ്പിച്ചാർച്ച വെള്ളമാണ് കൊടുക്കുന്നത്. ഇടയ്ക്ക് ഞാനത് കുടിക്കും, ഇടയ്ക്ക് ഞാൻ കുടിക്കത്തില്ല, തണുത്തുള്ള എടുത്ത് കുടിക്കും. അപ്പോൾ വെള്ളം തിളപ്പിക്കണമായിരുന്നു. വെള്ളമൊക്കെ തിളപ്പിച്ച് എൻ്റെ ഇന്നത്തെ ഡ്യൂട്ടീസൊക്കെ കുറച്ചൊന്ന് ഒതുക്കി ഞാൻ സെറ്റാക്കുവാണേ. ഈ വന്നു കഴിഞ്ഞുള്ള പണീൻ്റെ കാര്യം ഓർക്കുമ്പോഴേ സത്യം പറഞ്ഞ മടിയാണ്. ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പണ്ടൊക്കെ എന്ത് സുഖമായിരുന്നു. എവിടെയെങ്കിലും പോയി കറങ്ങി അടിച്ചിട്ടൊക്കെ വന്നാൽ വീട്ടിൽ വന്ന് ചുമ്മാ ഇരുന്നാൽ മതി. അമ്മേ ചോറ്, അമ്മയെ കഴിക്കാൻ താ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സുഖം, അതൊരു വേറെ ലെവലായിരുന്നേ. ഇപ്പോഴാണ് ആ കഷ്ടപ്പാടൊക്കെ സത്യത്തിൽ മനസ്സിലാക്കുന്ന അമ്മമാരുടെ. അപ്പം എന്താണേലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം ഞാൻ വെള്ളം തിളപ്പിക്കാനെടുത്ത ആ ചെറിയ അടുപ്പിലോട്ട് വെച്ചിരുന്നാണ് അവിടുന്ന് നേരെ ഇപ്പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അങ്ങോട്ടേക്ക് ചിക്കൻ വറക്കാനായിട്ട് ഇടുവാണേ. പുരട്ടിയിട്ട് കുറച്ച് സമയം ആയതേ ഉള്ളൂ. എന്താണേലും സമയം പോയത് കാരണം ഞാൻ വേഗം ചിക്കൻ അങ്ങ് വറക്കാനായിട്ട് വെച്ചു. കറിയൊക്കെ ഓൾറെഡി എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. തിരക്കിനിടയിലും ധൃതിക്കിടയിലും ഞാൻ ചക്കക്കുരു മാങ്ങായും ചാറ് വെച്ചപ്പോൾ പച്ചമുളക് ഇടാൻ മറന്നുപോയി. അത് കാരണം പിന്നെ കടുക് തളിച്ചപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം അവസാനിച്ചു. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ. അപ്പം ടാറ്റ ബൈ ബൈ, ഓക്കെ സീ യു. മാങ്ങാച്ചാറുണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ടാറ്റാ.